ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി മലപ്പുറം, വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ സുന്നി യുവജന സംഘം സുഹൃതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر الجيلاني. അഭിവന്ദരായ ഉസ്താദുമാർ, സ്നേഹധന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അസത്യം അസത്യമായി മനസ്സിലാക്കി വർജിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഖുത്ബിയത്ത് എന്ന കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാൽ വിരചിതമാവുകയും കേരളത്തിലും മറ്റു വിശ്വാസികളുള്ള പ്രദേശങ്ങളിലും സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഖുത്ബിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രത്യേകമായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകളുടെ മഹത്വങ്ങൾ വിശദീകരിക്കുകയും അവിടുത്തെ മാഹാത്മ്യങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ആഗ്രഹ സഫലീകരണത്തിനും അതേപോലെ വിഷമങ്ങൾ ദൂരീകരിച്ച് കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ ഇഹപര വിജയത്തിൻ്റെ നേട്ടത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നതിനുമൊക്കെയായി വിശ്വാസികൾ ശൈഖവർകളെ വിളിച്ചുകൊണ്ട് ആ ശൈഖവർകൾ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങൾ പരിഹരിച്ചു തരുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ് ഖുത്ബിയത്ത്. ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ
ആ പ്രവർത്തനത്തിൽ ശിർക്ക് ദർശിക്കുകയും അപകടകരമായ അവസ്ഥയിലേക്ക് വിശ്വാസികളെ കൊണ്ടെത്തിക്കുന്ന ഒരു മോശമായ പരിപാടിയുടെ ഭാഗമാണത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളെ സംബന്ധിച്ചും മാനത്തെ സംബന്ധിച്ചുമൊക്കെ ചെറുതായി ഒരു പഠനം തികച്ചും പ്രസക്തമാണ് എന്നതിനാൽ ആ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ വരികയാണ്. അർഹമായി പറയാൻ എനിക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കും കരുണക്കടലായ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് എന്ന മഹാപണ്ഡിതൻ തമിഴ്നാട്ടിലെ കായൽപട്ടണം എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹിജറ 1040 ജനിച്ച് 1115 ഈ ലോകത്തോട് വിട പറഞ്ഞ, ജീവിതകാലം മുഴുവനും സംഭവബഹുലമാക്കിയ, വിശുദ്ധ ഇസ്ലാമിൻ്റെയും അതേപോലെ ഇൽമിൻ്റെയും വ്യാപനത്തിലും പ്രചരണത്തിലും സജീവ പങ്കാളിത്തം വഹിച്ച ധാരാളം ഗദ്യങ്ങളും പദ്യങ്ങളും അടങ്ങുന്ന ഗ്രന്ഥങ്ങളുടെ രചന നിർവഹിച്ച് ഇൽമിൻ്റെ വ്യാപനത്തിൽ ജനങ്ങൾക്കിടയിൽ അങ്ങേയറ്റം പ്രശസ്തി കിട്ടിയിട്ടുള്ള കായൽപട്ടണം എന്ന് പറയുന്ന ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ, കീഴക്കരയിൽ മറവിട്ട് കിടക്കുന്ന മഹാനവറുകൾ കായൽപട്ടണത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളുടെ ദർസിൽ പങ്കെടുക്കാനായി മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം വരികയും ആ സദസ്സിലെ ദർസ് കേട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് മഴ കൊണ്ട് അനുഗ്രഹിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും മീകായിൽ അലൈഹിസ്സലാം പോയ ഉടനെ തന്നെ സജീവമായി ആ പ്രദേശത്ത് മഴ ലഭിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ മഹാനവറുകൾ ദർസു നടത്തിയ പള്ളിക്ക് മീകായിൽ പള്ളി എന്നാണ് ഇന്നും പേരു പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ദർസ് മനുഷ്യരെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ആ ദർസ് കേട്ടുകൊണ്ടിരിക്കുന്ന സകലമാന സാധനങ്ങളെയും സ്വാധീനിച്ചു എന്ന് ബഹുമാനപ്പെട്ടവരുടെ ദർസിന് സാക്ഷ്യം വഹിച്ച ആളുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദർസ് കേട്ടുകൊണ്ട് അതിൻ്റെ ആധ്യാത്മികമായ വശങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കല്ലുകൾ കരഞ്ഞിരുന്നു, ജിന്നുകൾ ആ ദർസിൽ സംബന്ധിച്ചിരുന്നു. ഇങ്ങനെ ആ ദർസിന്റെ സവിശേഷതകൾ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഇങ്ങനെയുള്ള മഹാനവറുകളുടെ മഹത്വങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നേരത്തെ നാം പറഞ്ഞ കുത്തുബിയത്തിന്റെ വിരോധികളായ ആളുകൾ, അവർക്ക് കുത്തുബിയത്തിനെ വിമർശിക്കണമെങ്കിൽ ആദ്യം അതുണ്ടാക്കിയ അതിൻ്റെ രചയിതാവിനെ ഇകഴ്ത്തണം എന്നതുകൊണ്ട് പ്രധാനമായും അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഈ അടുത്ത ദിവസം ഒരു മൗലവി കുത്തുബിയത്തിനെ കുറിച്ച് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ CD ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ദർസിൽ ജിന്നുകൾ പങ്കെടുത്തിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ജിന്ന് നമുക്ക് കാണാൻ പറ്റാത്തൊരു വർഗമാണ് എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ അവതരിപ്പിക്കുന്നത്. ജിന്നിനെ നമുക്ക് കാണാൻ കഴിയില്ല. വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിനെ കുറിച്ചുള്ള ചർച്ചയിൽ അത്തരമൊരു പരാമർശം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ പരാമർശത്തിന്റെ വിശദീകരണം എന്നോണം പണ്ഡിതന്മാർ അതിനെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ മഹാനായ ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഈ ആയത്ത് വെച്ചുകൊണ്ട് ജിന്നുകളെ കാണാൻ സാധിക്കില്ല എന്നതിന് ചിലർ തെളിവ് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജിന്നിനെ മനുഷ്യർക്ക് കാണാൻ സാധിക്കുമെന്നും അതിന് ധാരാളം തെളിവുകൾ വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒന്നാമത്തെ തെളിവ് തന്നെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. അതായത് ിടത്ത് നമുക്ക് കാണാൻ പറ്റും, റമദാൻ മാസത്തിൽ ശേഖരിച്ച സക്കാത്തിന്റെ മുതൽ സംരക്ഷിക്കാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ ഏർപ്പാടാക്കി. സംരക്ഷിച്ച് രാത്രി അതിന് കാവൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു സഞ്ചിയുമായി വന്ന് അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അല്പാൽപമായി എടുത്തു മാറ്റുന്ന ഒരു പ്രക്രിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹത്തെ കയ്യോടെ പിടികൂടി നബി തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഇല്ലായ്മയുടെയും
കഷ്ടപ്പാടിന്റെയും കരളലിയിപ്പിക്കുന്ന കഥ പറഞ്ഞുകൊണ്ട് ഞാൻ കഷ്ടപ്പാട് കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്, മേലിൽ ഇത് ആവർത്തിക്കില്ല, ഇന്ന് നിങ്ങൾ എന്നെ വെറുതെ വിടണം, മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ എന്നെ നിങ്ങൾ എത്തിക്കരുത് എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാത്ത കനിവുള്ള മനസ്സിന്റെ ഉടമയായതുകൊണ്ട് അന്ന് ആ മനുഷ്യന്റെ ആ കുംഭസാരം സ്വീകരിക്കുകയും അയാളെ വെറുതെ വിടുകയും ചെയ്തു. മേലിൽ ഇത് ആവർത്തിക്കില്ലെന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തുകൊണ്ടാണ് തിരിച്ചുപോയതെങ്കിലും പിറ്റേ രാത്രിയിലും ഇത് തന്നെ ആവർത്തിച്ചു. അന്നും പിടികൂടി ഇല്ലായ്മയുടെ കഥ പറഞ്ഞ് അങ്ങേയറ്റം വേദനിപ്പിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടു. മൂന്നാമത്തെ ദിവസവും ഇതേ സംഭവം ആവർത്തിച്ചു. ചെയ്തുകൊണ്ടാണ് തിരിച്ചുപോയതെങ്കിലും പിറ്റേ രാത്രിയിലും ഇത് തന്നെ ആവർത്തിച്ചു. അന്നും പിടികൂടി ഇല്ലായ്മയുടെ കഥ പറഞ്ഞ് അങ്ങേയറ്റം വേദനിപ്പിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടു. മൂന്നാമത്തെ ദിവസവും ഇതേ സംഭവം ആവർത്തിച്ചു. പക്ഷെ അന്ന് വിടില്ലെന്ന് തീരുമാനിച്ചു. അവസാനം ആയത്തുൽ കുർസിയുടെ മാഹാത്മ്യം വിശദീകരിച്ചു കൊടുക്കുകയും ഇത് നിങ്ങൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ എന്റെ ശല്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശദീകരിച്ചു. അപ്പൊ ജിന്നിനെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടതിന്റെ വ്യക്തമായ രേഖയാണതെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി മറ്റുമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിൽ നിന്നൊരു ദിവസം രാവിലെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ അടുത്തൊരു ജിന്നു വന്നിങ്ങനെ വല്ലാതെ നിസ്കാരത്തിനും മറ്റും ശല്യം ചെയ്യുകയും അവൻ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു. അവന് പിടിച്ചുകെട്ടി രാവിലെ നിങ്ങളൊക്കെ സുബഹി നിസ്കാരത്തിന് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് തട്ടിക്കളിക്കാൻ പറ്റുന്ന പരുവത്തിൽ അവനെ ഇവിടെ പിടിച്ചുകെട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പണ്ടത്തെ ഒരു പ്രാർത്ഥന ഞാൻ അപ്പോൾ ഓർത്തുപോയി, അതുകൊണ്ട് അവനെ വെറുതെ വിട്ടു. അപ്പൊ ജിന്നിനെ കാണാൻ സാധിക്കുക എന്നത് ഒരിക്കലും തന്നെ ഒരു തർക്ക വിഷയമാക്കേണ്ട കാര്യമല്ലെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ ജിന്നുകൾ സംബന്ധിക്കുന്ന ദർസുകൾ, അതേപോലെ തന്നെ കല്ലുകൾ കരയാൻ മാത്രം അങ്ങേയറ്റം ആർദ്രമായിട്ടുള്ള അനുഗ്രഹീതമായ സദസ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ കൊണ്ട് അനുഗ്രഹീതനായ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് മഴക്ക് ചോദിക്കാൻ മാത്രം ആ സദസ്സിൽ വന്നുകൊണ്ട് മീകായിൽ അലൈഹിസ്സലാം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുമാർ ആത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറിയ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ അവർകളാണ് ഈ ഖുതുബിയത്ത് ബൈത്ത് എന്ന് പറയുന്ന പദ്യം രചിച്ചിട്ടുള്ളത്. ആ പദ്യം മാത്രമാണ് ബഹുമാനപ്പെട്ടവരുടേതെങ്കിൽ അതോടൊപ്പം മറ്റു മഹാന്മാർ അതിന്റെ ആമുഖമായി ചില ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവസാനം ഒരു പ്രാർത്ഥനയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ ഖുതുബിയത്ത് എന്ന് പറയുന്ന പരിപാടി. എന്നാൽ അത്തരമൊരു പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പരിപാടിയുടെ ഇസ്ലാമികമായ മാനം അത് ഒരിക്കലും തന്നെ വകവെച്ച് തരാൻ സമ്മതിക്കാത്ത നന്മയുടെ ശത്രുക്കളായ ഒരു വിഭാഗം ആളുകൾ അവരതിനെതിരെ പ്രചണ്ഡമായ പ്രചരണവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. പ്രധാനമായും അവർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഖുതുബിയത്ത് എന്ന് പറയുന്ന ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ പ്രധാനമായും അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങൾ ശൈഖവറുകളോട് ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇസ്ലാം മതത്തിൽ പ്രവാചകാധ്യാപനങ്ങളോട് ഒരു നിലക്കും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു നിസ്കാരം അതിന്റെ പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ അതേക്കുറിച്ചുള്ള വിശകലനം മാത്രമേ നമുക്ക് ഈ വിഷയത്തിന്റെ സാധുതയെ ജനങ്ങളുടെ ഇടയിൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യേണ്ടതുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ച നന്മകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സ്വലാത്തുൽ ഹാജത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഒരു മനുഷ്യനുണ്ടായാൽ ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്ന ശൈലി, ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം 2 12 വരെ അതിന്റെ റക്അത്തുകളുടെ എണ്ണം പണ്ഡിതന്മാർ വിശദീകരിച്ചു. കേരളത്തിലെ പുത്തൻ ചിന്താഗതിക്കാരുടെ നേതാവായ കെ മൗലവി പോലും മുജദ്ദിദ് എന്ന് പരിചയപ്പെടുത്തിയ മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ യഹ്യായിൽ വ്യക്തമായ സ്വലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരത്തിന്റെ അവസ്ഥ വിശദീകരിക്കുകയും 12 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണതെന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നിസ്കാരം മുസ്ലിം ലോകത്ത് പരിചയമുള്ളതാണ്.
കഴിഞ്ഞകാല മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഖുത്ബിയത്തുമായി ബന്ധപ്പെട്ട് ഈ 12 റക്അത്ത് നിസ്കാരം ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന മുസ്ലിമീങ്ങൾ ഏതാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ മഹത്തുക്കളായ സഹാബത്ത് ഉൾപ്പെടെ ജിന്നുകളുടെ കൂട്ടത്തിലെ ഏതാനും ഔലിയാക്കൾ ഉൾപ്പെടെ മഹാരഥന്മാരായ ആളുകളുടെ മേലിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ഖുത്ബിയത്ത് ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ച് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളുടെ മഹത്വം വിശദീകരിക്കുന്ന ഒരുപാട് പദ്യഭാഗങ്ങൾ പിന്നീട് ചൊല്ലുന്നു. ഇത് ചൊല്ലുന്ന മുസ്ലിമീങ്ങളെ അറേബ്യൻ മുശ്രിക്കുകളോട് തുലനം ചെയ്യാനും അവരുടെ വിശ്വാസവും കാഴ്ചപ്പാടും എന്തായിരുന്നുവോ ആ കാഴ്ചപ്പാടിന്റെ വാക്താക്കളാണിവരെന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ബിദഈ ചിന്താഗതിക്കാർ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഖുത്ബിയത്തിന്റെ പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിവലിയിക ഖുത്ബിന മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹുമ്മ ഇന്നക ലം തുൻസിൽ ബലാഅൻ ഇല്ലാ ബിദംബ് വലം തക്ഷിഫുഹു ഇല്ലാ ബിതൗബ വഖദ് തവജ്ജഹനാ ഇലൈക ബിവലിയിക ഗൗസിന വസയ്യിദിനാ മുഹയ്യിദ്ദീൻ ഫദ്ഫഇൽ വബാഅ അന്നാ വഅൻ അഹ്ലി ബലദിനാ വബൈതിനാ അല്ലാഹുമ്മ ശഫ്ഇനാ ഫീ അൻഫുസിനാ വഫീ അഹ്ലിനാ അല്ലാഹുമ്മ ലാ നർജു ഇല്ലാ ഇലൈക വലാ നദ്ഉ ഗൈറക വലാ നർഗബു ഇല്ലാ ഇലൈക. പ്രിയപ്പെട്ടവരെ, ഖുത്ബിയത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഇത് കാണുമ്പോൾ ഇത് ജനങ്ങൾ അറിഞ്ഞാൽ നമ്മെക്കുറിച്ച് ശിർക്കാരോപിക്കുന്നവർക്ക് നിലനിൽപ്പില്ലാതായി പോകുമെന്ന് കണ്ടതിന്റെ പേരിൽ ഖുത്ബിയത്തിന്റെ വിരോധികളായ മൗലവിമാർ CD ഇറക്കിയപ്പോ അവര് പറഞ്ഞു ഖുത്ബിയത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു മഹാബടായി പറയുന്നുണ്ട്. എന്താണത്? അല്ലാഹുമ്മ ലാ നദ്ഉ ഗൈറക വലാ നർഗബു ഇല്ലാ ഇലൈക. പടച്ചവനെ, നിന്നിലേക്കല്ലാതെ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല, നിന്നെ അല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് മുഴുവനും ശൈഖിനോട്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അറിവിന്റെയും തിരിച്ചറിവിന്റെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിശ്വാസികൾ എന്താണ് ശൈഖ് അവർകളെ ഇതിന്റെ ഈ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നാം കാണുന്നത് എന്താണ്? അതേപോലെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലൂടെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന ആശയം എന്താണ്? ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സന്മനസ്സുണ്ടായാൽ ഖുത്ബിയത്തിനെ വിമർശിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഒരിക്കലും തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എത്തിപ്പെടില്ല. നമുക്ക് പറയാനുള്ളത് പ്രോപ്പർ ചാനലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന്റെ വിഷയത്തിൽ ബന്ധപ്പെടുന്നവർക്ക് പടച്ച തമ്പുരാൻ വെച്ചിട്ടുള്ള ഒരു ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട മഹാന്മാരെ അപ്രോച്ച് ചെയ്യുക എന്ന ശൈലി. നിങ്ങൾക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ മഹത്തായ ആശയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ണു കാണാത്തൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വരുന്നു. ആ സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, നബിയെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, വല്ലാത്ത വിഷമമുണ്ട്, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. കണ്ണിന്റെ കാഴ്ച ശരിപ്പെടുത്തി കിട്ടുന്നതിന് വേണ്ടി, ഏറ്റവും വലിയൊരു ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പ്രവാചകനെ സമീപിച്ച ആ സഹാബിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, ക്ഷമിച്ചുകൂടെ നിനക്ക്? നിർബന്ധമാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, പക്ഷേ നിനക്ക് ക്ഷമിക്കുകയാണെങ്കിൽ ഈ കണ്ണുണ്ടായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങളൊന്നും വരില്ലല്ലോ. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ക്ഷമയുടെ റൂട്ടിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ, എന്നെ കൊണ്ടു നടക്കാൻ, കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരാളില്ല. പലപ്പോഴും എന്റെ ഒരുപാട് ഖൈറുകൾ മുടങ്ങിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ നബിയെ, എന്റെ കണ്ണിന്റെ കാഴ്ച ശരിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം അവിടെ നിന്ന് എനിക്ക് തരണം. ബഹുമാനപ്പെട്ട നബി തങ്ങൾ, പടച്ചവനെ, ഈ മനുഷ്യന്റെ കണ്ണിന് കാഴ്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിരുന്നുവെങ്കിൽ നമുക്ക് തൽക്കാലം ഈ ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരാതിരിക്കാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്, നീ വെള്ളത്തിന്റെ അടുത്ത് പോയി നന്നായി വളു ചെയ്യുകയും ആ വളു ചെയ്തതിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുക. ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം നീ ഞാനീ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനാ വചനങ്ങളിൽ നുബുവത്തിന്റെ നാവ് കൊണ്ട് നബി തങ്ങൾ പറഞ്ഞ, നമുക്കറിയാമല്ലോ, ഒരു മുസ്ലിമും ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന ഒരാളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശിർക്കിന് അംഗീകാരം കൊടുക്കുന്ന, ഇജാസത്ത് കൊടുക്കുന്ന ആളാണെന്ന് പറയില്ലല്ലോ. എങ്കിൽ നാം ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിതുഖ്ലാ ലി ഹാജതി ഹാദിഹി അല്ലാഹുമ്മ ഫശഫ്ഇഹു ഫിയാ. പ്രിയപ്പെട്ടവരെ, വിവിധ റിപ്പോർട്ടുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നതിലെ ഒരു റിപ്പോർട്ടിന്റെ സമാഹാരമാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വാചകം എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക
ബിനബിയിക മുഹമ്മദിൻ നബിയിർ റഹ്മ. ഓ പടച്ചവനെ, നിന്റെ കാരുണ്യത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് മുന്നിട്ട് വരികയും എന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ശൈലി, തങ്ങളെ കൂടി അതിൽ ഉൾക്കൊള്ളിക്കുന്ന ശൈലി നബി തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം നേരിട്ട് യാ മുഹമ്മദു, ഓ നബിയെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എന്റെ നാഥനിലേക്ക് ഞാനൊരു വിഷയം സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ട ഏർപ്പാട്, സഹായം അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എന്നിട്ട് സ്വന്തം വകയായി അല്ലാഹുമ്മ ശഫ്ഇഹു ഫിയ്യ, പടച്ചവനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നിന്നോട് എന്റെ വിഷയത്തിൽ റെക്കമെൻഡ് ചെയ്യും, ആ റെക്കമെൻഡ് നീ ഒന്ന് സ്വീകരിച്ചേക്കണേ എന്നുകൂടി. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നിന്നും ഭാഗങ്ങളിൽ നിന്നും അനുഗ്രഹത്തിനും അനുകൂല സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ടോ ആ ഘടകങ്ങൾ മുഴുവനും ഉപയോഗപ്പെടുത്തുന്ന ശൈലി ഒരൊറ്റ പ്രാർത്ഥനാ വചനത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ, ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാർ സഹീഹായ പരമ്പരയോടുകൂടെ ഈ ഹദീസ് ഉദ്ധരിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്ന പടച്ച തമ്പുരാന്റെ ശൈലിയുടെ പേരിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു സുഹൃതമാണ് ഈ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹത്തുക്കളെ നമ്മുടെ വിഷയങ്ങൾ നേടിത്തരുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഇടയാളന്മാരാക്കുന്നത്. ആ ഇടയാളന്മാരാക്കുന്ന നമ്മുടെ ശൈലി, ശൈഖവർകൾ എന്നെക്കാൾ പടച്ചവനെ നിന്റെ അടുത്ത് സ്ഥാനമുള്ളവരാണ്, ഈ സ്ഥാനവും പവറുമുള്ള ഒരു മഹാനെ മുൻനിർത്തി ഞാൻ നിന്നോടൊരു വിഷയം പറയുന്നു, അത് നീ നടപ്പാക്കി തരണമെന്ന് പറയുമ്പോ അത് പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ള ശൈലിയാണ്. മുൻകാലങ്ങൾ മുതൽ, കഴിഞ്ഞ കാലങ്ങൾ മുതൽ, മനുഷ്യന്റെ ഒന്നാമത്തെ ചരിത്രം മുതൽ പരിശോധിക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് രേഖകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ ഇടയിൽ നിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനോട് നമ്മുടെ വിഷയങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരോടുള്ള മഹബത്തും സ്നേഹവും കാരണമാക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകരിക്കപ്പെടാനുള്ള കാരണങ്ങളുമായി ബന്ധപ്പെടുക എന്നതിന്റെ പേരിലാണ് ഖുതുബിയത്തിൽ ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ നമ്മൾ പരാമർശിക്കുന്നത്. നാം കാണണം, ഈ ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഖുതുബിയത്ത് നടത്തുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഇതിൽ തന്നെ നമ്മൾ കണ്ടു, അല്ലാഹുമ്മ ലാ നർജു ഇല്ലാ ഇലൈക്, പടച്ചവനെ നിന്നിലേക്കല്ലാതെ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല. വലാ നദു ഗൈറക്, നിന്നെ അല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. വലാ നർഗബു ഇല്ലാ ഇലൈക്, നിന്നിലേക്കല്ലാതെ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല. നിന്റെ അനുഗ്രഹമല്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാനെ എല്ലാ വിഷയത്തിലും നീ ഞങ്ങൾക്ക് രക്ഷ നൽകണം. തുടർന്ന് പറയുന്നു, അല്ലാഹുമ്മ അന്തർ റാഇ ഫാഗിസ്നാ ബിഗിയാസിക യാ അർഹമർ റഹീമീൻ, 3 തവണ പറയാൻ നിർദ്ദേശിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഖുതുബിയത്ത് നടത്തുന്ന ആളുകളുടെ മാനസികാവസ്ഥ, അവരുടെ വിശ്വാസം വളരെ വ്യക്തമായി തെളിഞ്ഞു നിൽക്കുകയാണ്. പടച്ച തമ്പുരാനെ മാത്രം ഇലാഹായി ആരാധ്യനായി കാണുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരെ അവരോടുള്ള സ്നേഹം മുൻനിർത്തി ആ വിഷയങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതയുടെ ഭാഗമായി പരിഗണിക്കുകയും ചെയ്യുക എന്ന തികച്ചും പ്രോപ്പർ ചാനലിലൂടെയുള്ള അറ്റംപ്റ്റാണ് വാസ്തവത്തിൽ വിശ്വാസികളായ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയാണ് പുത്തൻവാദികൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ മഹാരഥന്മാരായ മഹത്തുക്കളോടുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത, അവരുമായുള്ള നമ്മുടെ ആ ആത്മീയമായ ബന്ധം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്തവർ ഇവിടെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുന്നു. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്നു എന്നാണ് കംപ്ലൈന്റ്. നിങ്ങൾക്കറിയാമല്ലോ, ഖുതുബിയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കാണാൻ പറ്റും, ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹ്യിയദ്ദീനി യാ മുഹ്യിയദ്ദീനി യാ മുഹ്യിയദ്ദീനി യാ മുഹ്യിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് വിശ്വാസികളായ നമ്മൾ പറയുന്നു, ഓ ശൈഖ് തങ്ങളെ, അങ്ങ് പ്രവേശിച്ചിട്ടുള്ള മഹത്തായ ആ റൂട്ടിലേക്ക് എനിക്ക് കൂടി വഴി കാണിച്ചു തരണമേ. ബസ്സിർ ഫുആദി, എന്റെ മനസ്സിനങ്ങ് വഴി കാണിച്ചു തരണമേ. സിറാത്തൻ അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ച ആ മഹത്തായ റൂട്ടിലേക്ക്, അതായത്
ആത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറാൻ ഉതകുന്ന വിധത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഷെയ്ഖ് ജീലാനി കണ്ടെടുത്തിട്ടുള്ള മഹത്തായ ആത്മീയമായ വഴി, ആ നേരിന്റെയും നന്മയുടെയും വഴിയിലേക്ക് എന്നെ കൂടി വഴി നടത്തണമേ, ആ റൂട്ട് എനിക്ക് കൂടി കാണിച്ചു തരണമേ എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകളോട് പറയുന്നു. അപ്പൊ മൗലവിമാരുടെ സംശയം, അതെങ്ങനെയാണ് ഷെയ്ഖിനോട് ചോദിക്കുന്നത്? വഴി കാണിച്ചു തരാൻ പറയേണ്ടത്, ഹിദായത്തിന് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പുത്തൻവാദികൾ തിരിച്ചറിവില്ല. അപ്പൊ ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ടതാണ് എന്നവർ പഠിച്ചിട്ടുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഓ നബിയെ, അങ്ങ് ഇഷ്ടപ്പെട്ടവരെ നേർവഴിയിലാക്കുക എന്നത് തങ്ങൾക്ക് സാധ്യമല്ല, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രം ഒതുങ്ങി ഒന്നാം ക്ലാസ്സിൽ ഓത്തു നിർത്തുന്ന ഒരു ശൈലി പുത്തൻവാദികൾ സ്വീകരിച്ചു. പക്ഷെ കുറച്ചുകൂടി ഖുർആൻ അങ്ങ് നോക്കിയിരുന്നുവെങ്കിൽ അതേ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ പറയുന്നു, ഓ നബിയെ, അങ്ങ് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. അപ്പൊ ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞിടത്തെ അർത്ഥമല്ല വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറയുന്നിടത്ത് എന്ന ഈ തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു എന്ന് ആത്മീയമായ ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറിയ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു, മഹത്വമുള്ളവരാണ്. ഈ പുത്തൻവാദികളും പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മൗലവിയുടെ കേസറ്റിന്റെ തുടക്കത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആരാണ് ഷെയ്ഖ് അവർകൾ? ഷെയ്ഖ് അവർകൾ വലിയ മഹാനാണ്. കാരണം അദ്ദേഹം പറയുന്നത് എല്ലാ സഹായങ്ങളും മുടങ്ങിപ്പോകുന്നിടത്ത്, ആ സഹായങ്ങളൊക്കെ ലഭിക്കാൻ വൈകുന്നിടത്ത് പടച്ച തമ്പുരാന്റെ സഹായമാണ് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഇതാണ് ഷെയ്ഖിന്റെ ആറ്റിറ്റ്യൂഡ്. അതേസമയത്ത് ഈ ഷെയ്ഖിനെ സഹായത്തിന് വിളിക്കുന്നിടത്താണ് ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന മനുഷ്യൻ എത്തിപ്പെട്ടത് എന്നാണ് മൗലവി തന്നെ പറയുന്നത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഉണർത്തിയത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരുന്നവരാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ആ അർത്ഥത്തിൽ അള്ളാഹിന്റെ റസൂലിനെ ഹാദി എന്ന് വിളിച്ചാൽ ആ റൂട്ടിൽ യാതൊരു അപാകതയും മുസ്ലിമീങ്ങൾ കാണുന്നില്ല. ഇനിയും നിങ്ങൾ ഖുർആനിൽ തന്നെ നോക്ക്, മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ അനുയായികളെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് പറയുന്നു, യാ ഖൗമി ഇത്തബിഊനി അഹ്ദികും സബീലർ റഷാദ്. ഓ സമൂഹമേ, നിങ്ങൾ എന്നെ പിന്തുടരാൻ തയ്യാറുണ്ടെങ്കിൽ നേർമാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചു തരും. അപ്പൊ ഇവിടെ അഹ്ദിക്കും, ഞാൻ നിങ്ങളെ ഹിദായത്താക്കും എന്ന് ബഹുമാനപ്പെട്ട നബിമാര് പറയുന്നു. സൂറത്ത് ഗാഫിറിന്റെ 38-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ സാധിക്കുമെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതൃവ്യനായ ആസറിനോട്, ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവണം, എന്നാൽ അഹ്ദിക സിറാത്തൻ സവിയ്യ, നേരിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ഞാൻ നേരിന്റെ വഴി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നു. അപ്പൊ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, അത് പറയുന്ന ആളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തിയിട്ട് വേണം വാസ്തവത്തിൽ വിഷയങ്ങൾ മനസ്സിലാക്കാൻ. പറയുന്ന ആളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് പറയുന്ന വിഷയത്തിന്റെ അല്ലെങ്കിൽ ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ വേർഡിന്റെ തന്നെ അർത്ഥത്തിന് വ്യത്യാസങ്ങൾ വരുമെന്നത് ശരാശരി ബോധമുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളോട് പറഞ്ഞതിന്റെ പേരിൽ ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങളെ ശിർക്കാരോപിക്കാൻ ഈ വിഷയം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ അഗ്രേസരന്മാരിൽ ഒരാളാണ്. ആത്മീയമായ രംഗത്തേക്ക് അവിടുത്തെ പ്രഭാഷണം മുഖേന അവിടുത്തെ പ്രവർത്തനം മുഖേന ആയിരക്കണക്കിന് മനുഷ്യരെ കൈപിടിച്ചുയർത്തിയിട്ടുള്ള ആളാണെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ശൈഖ് അവർകൾ ഈ ലോകത്ത് കാണിച്ചു തന്ന തനതായ ഇസ്ലാമിന്റെ ശൈലി, ആ ശൈലിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി എനിക്ക് കൂടി അങ്ങ് സഹായകമായി കാണിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിന് ഇസ്ലാമികമായി യാതൊരു തകരാറും മുസ്ലിമീങ്ങൾ കാണുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹത്തുക്കളായ സ്വഹാബത്ത്
നേരിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ പറയുന്നത്. നബിതങ്ങളെ കുറിച്ച് തന്നെ ഖുർആൻ അങ്ങ് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നയാളാണെന്ന് റസൂലുള്ളാഹിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒക്കെ നമ്മൾ കാണുകയാണ്. എങ്കിൽ പിന്നെ എന്താണ് ഇവിടെ അപകടമുള്ളത്? ഒരിക്കലും അപകടമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് വെടക്കാക്കി തനിക്കാക്കൽ എന്ന ഏറ്റവും വിഷമകരമായ ഒരു ശൈലി സ്വീകരിക്കുന്ന ജനങ്ങൾ ഇവിടെ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കാണണം, ഏറ്റവും കൂടുതൽ വിദഗ്ധ ചിന്താഗതിക്കാരുടെ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു വരിയാണ് കുത്തുബിയത്തിൽ നമ്മൾ കാണുന്ന യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അദാഇ ബിൽ മദദി മുജീറ ഇർലി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയ്യദ്ദീനി. ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് എന്റെ എല്ലാ അർത്ഥത്തിലുള്ള സഹായിയും അതേപോലെ തന്നെ എന്റെ അഭയകേന്ദ്രവുമായിട്ടുള്ള ശൈഖ് അവർകളെ സകലമാന പ്രയാസങ്ങളിൽ നിന്നും എനിക്കങ്ങ് രക്ഷയാകണം. ശൈഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹിനോട് തേടേണ്ട കാര്യം ശൈഖിനോട് തേടുന്നു എന്നാണ് ഇവിടെയും നമ്മുടെ പുത്തൻവാദികളുടെ കംപ്ലൈന്റ്. വാസ്തവത്തിൽ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് കൊടുത്തിട്ടുള്ള, മഹത്വം നൽകിയിട്ടുള്ള ആളുകളെ സമീപിക്കുകയും അവരോട് ആ വിഷയത്തിന് പറയുകയും ചെയ്യുന്നത് വിശുദ്ധ ഇസ്ലാം ഒരിക്കലും വിലക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ ശൈലിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മഹാന്മാരുടെ കാഴ്ചപ്പാടുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശദീകരിച്ച ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസങ്ങളുടെ ഓരോ ഘട്ടങ്ങൾ നേരിടുമ്പോഴും ബഹുമാനപ്പെട്ട സഹാബത്ത് സമീപിച്ചില്ലേ? എന്നിട്ട് നബി തങ്ങളോട് ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ഉപ്പയായ അബ്ദുല്ലാഹി അബൂ ജാബിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം മകനായ ജാബിറിനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ജാബിറെ, നാളെ ഞാൻ ഉഹദ് യുദ്ധത്തിൽ ഒന്നാമതായി കൊല്ലപ്പെടുന്നവനായിട്ടാണ് എനിക്ക് എന്നെ കാണാൻ സാധിക്കുന്നത്. എനിക്കൊരുപാട് പെൺമക്കളുണ്ട്, അവരെ നീ സംരക്ഷിക്കണം. വാപ്പാക്ക് കുറെ കടങ്ങളുണ്ട്, അതൊക്കെ നീ വീട്ടണം. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു ഉപ്പായുടെ വസിയത്ത് ശിരസാവഹിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി മുന്നോട്ട് പോവുകയാണ്. വാപ്പ മരിച്ച് 6 മാസം കഴിഞ്ഞു. കടക്കാരെ കൊണ്ട് രക്ഷയില്ല. അവരിനിയും ക്ഷമിക്കുന്ന ഒരു സ്വഭാവം കാണുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കടങ്ങൾ വീട്ടാൻ കഷ്ടപ്പെട്ടപ്പോ മകനായ ജാബിർ റളിയല്ലാഹു അൻഹു നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയെ, ഉപ്പാന്റെ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു, യാതൊരു രക്ഷയുമില്ല, ഞാൻ എന്തു ചെയ്യണം? ബഹുമാനപ്പെട്ട നബി തങ്ങൾ കുറച്ച് കാശ് തിരിമറി ചെയ്തു കൊടുത്തുകൊണ്ട് തൽക്കാലം ആ പ്രശ്നം സോൾവ് ചെയ്യാനായിരുന്നു പരിപാടിയെങ്കിൽ ഒരു പക്ഷേ നമുക്കത് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജാബിറെ, കടക്കാരെ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക, ഉള്ള സമ്പത്തും നീ അങ്ങോട്ട് കൊണ്ടുവരിക, ഞാൻ അങ്ങ് വന്നേക്കാം, വിഷയം ഞാൻ സോൾവ് ചെയ്തു കൊള്ളാം. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. കടക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി വല്ലാത്തൊരു സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും കാത്തിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ആ കടക്കാരുടെ മുന്നിലേക്ക് ഉള്ള ചെറിയ സമ്പത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരികയും നബി തങ്ങൾ അതിൽ ബറക്കത്തിന് വേണ്ടി മന്ത്രിച്ചുകൊണ്ട് കടക്കാർക്കൊക്കെ അവർക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് കൊടുക്കാൻ നിർദ്ദേശിച്ചു. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴും സമ്പത്ത് അപ്പടി ബാക്കിയായി കാണുന്ന അത്ഭുതം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത്, വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വിഷമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുന്ന ശൈലി അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെതാണെങ്കിൽ അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതെങ്കിൽ ആ നബി തങ്ങളുടെ യഥാർത്ഥ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അങ്ങേയറ്റത്തെ മഹത്വത്തിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട ശൈഖ് അവർകളോട് വിശ്വാസികൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഖുദ്സിയായ ഹദീസിലൂടെ വ്യക്തമായി നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടി കൂടുതൽ ചെയ്തുകൊണ്ട് എന്റെ അടിമ എന്നിലേക്ക് അടുക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ അടിമയെ സ്നേഹിച്ചാൽ അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലുമൊക്കെ ഞാനാകും. അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാനത് നൽകുക തന്നെ ചെയ്യും.
അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവൻ അഭയം നൽകും. പ്രിയപ്പെട്ട സഹോദരന്മാർ, ചിന്തിക്കണം. അള്ളാഹുവിന്റെ അടിമകൾക്ക് എല്ലാവർക്കും കൊടുത്ത ഒരു പ്രോമിസ് അല്ല ഈ കേൾക്കുന്നത്. ലഇൻ സഅലനി ലഉതിയന്നഹു, ഞാൻ കയ്യും കാലും കണ്ണുമൊക്കെ ആവുക എന്ന പരുവത്തിലേക്ക് ആത്മീയമായി ഉന്നതി പ്രാപിച്ച ജനങ്ങൾ, എന്റെ അടിമകൾ, അവരെന്നോട് വല്ലതും ആവശ്യപ്പെട്ടാൽ ഞാനത് നൽകുക തന്നെ ചെയ്യും. അതേ സമയത്ത് ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര ചോദിച്ചു, പലപ്പോഴും കിട്ടിയോ? കിട്ടിയില്ല എന്ന് വിചാരിച്ച് ചോദ്യം നിർത്തണ്ട എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് വേറെ നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ അള്ളാഹു തആല ഒരു വിഭാഗത്തെ കുറിച്ച്, ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ കുറിച്ച് പറയുകയാണ്, ലഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകുക തന്നെ ചെയ്യും, ഒരിക്കലും ഞാൻ പിന്തിച്ചു വെക്കൂല. അങ്ങനെയുള്ള അടിമകൾക്കുള്ള മഹത്വമാണ്, അല്ലെങ്കിൽ അവരുടെ പവറാണ് അള്ളാഹു പറഞ്ഞത്. ഞാൻ അവന്റെ കയ്യും കണ്ണും കാലുമൊക്കെ ആവും. അള്ളാഹു കയ്യും കണ്ണും കാലുമാവുക എന്ന് പറഞ്ഞാൽ, പടച്ചതമ്പുരാൻ ഒരുപാട് ഗണപതിയുടെ പോലെ കയ്യും കാലും ഒക്കെ ആയിട്ട് അതിലെ കുറെ കൈ ഓരോരുത്തർ അടുക്കുന്നവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ശൈലി എന്നാണോ? ഒരിക്കലും അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഗുണങ്ങളായി വരുന്ന അത്തരം ഒരു സ്വഭാവം കൊണ്ടും പറയപ്പെടാൻ പറ്റാത്തവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു കയ്യും കണ്ണും കാലുമാവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഒരർത്ഥം, അവരുടെ കയ്യും കാലും കണ്ണുകൊണ്ടും ഒന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അരുതായ്മകളിലേക്ക് പോകാത്ത വിധം അവരുടെ അവയവങ്ങളെ അള്ളാഹു തആല പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. ആ ഒരർത്ഥം നമ്മുടെ മൗലവിമാർക്കും അറിയാം. പക്ഷെ ആ ഒരൊറ്റ അർത്ഥം പഠിച്ചിട്ട് 2ാം ക്ലാസ്സിലേക്ക് വന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമാണ് അവർ ചെയ്ത്. 1ാം ക്ലാസ് നിന്ന് പഠനം നിർത്തിപ്പോയി. അതേ സമയത്ത് അടുത്ത അർത്ഥം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അള്ളാഹു തആല കയ്യും കണ്ണും കാലുമാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥങ്ങളിൽ ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കയ്യിനും കണ്ണിനും കാലിനുമൊക്കെ സാധാരണക്കാരന്റെ കണ്ണിനും കയ്യിനും കാലിനുമില്ലാത്ത പ്രത്യേകതകൾ നൽകുക എന്നാണ്. പരിധിയില്ലാത്ത ഗുണങ്ങൾ, കഴിവുകൾ അവരുടെ അവയവങ്ങൾക്ക് അല്ലാഹു തആല നൽകുക എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്റെ തഫ്സീറിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വകദാലികൽ അബ്ദു ഇദാ വാലബ അല ത്വആത്തി ബലഗ ഇലൽ മഖാമി അല്ലദീ യഖൂലുല്ലാഹു, ഇദാ ഒരു അടിമ ആരാധനകളിൽ മുഴുകി ജീവിക്കുകയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാത്രം തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങി, അല്ലാഹു തആല പറഞ്ഞ കയ്യും കണ്ണും കാലുമൊക്കെ ഞാനാവുമെന്ന പരുവത്തിലേക്ക് ഒരടിമയെത്തിയാൽ ആ അടിമയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകത എന്താണ്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്തു ലഹു സംഅൻ വ ബസറാ, ഞാൻ ആ മനുഷ്യന്റെ കണ്ണും കാലുമാകും, അല്ലെങ്കിൽ അവന്റെ കാതും കണ്ണുമാകും. ഫൈദാ സ്വാറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു, ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ ആ കണ്ണാവുക എന്ന, അല്ലെങ്കിൽ കാതാവുക എന്നൊരവസ്ഥയുണ്ടായാൽ ആ കാതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? സമിഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും ദൂരത്തുള്ളതും എന്ന വ്യത്യാസമില്ലാതെ അയാൾ കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഖുദ്സിയായ ഹദീസിൽ, ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള മഹാന്മാർ ഉദ്ധരിച്ച ഹദീസിൽ അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്നൊരു വിഭാഗത്തെ പരിചയപ്പെടുത്തിയതാണ്. നിർബന്ധമായ കടമകൾ മുഴുവനും പാലിച്ചു, അതോടൊപ്പം സുന്നത്തായ കാര്യങ്ങളിലും വ്യാപൃതരായി ജീവിച്ചു. അങ്ങനെയുള്ള അടിമകൾ അല്ലാഹു തആല അവരെ അങ്ങ് സ്നേഹിക്കുകയാണ്. അവരെ അങ്ങ് സ്നേഹിച്ചാൽ അവരെ കയ്യും കണ്ണും കാലുമാകുമെന്ന് അല്ലാഹു പറയുന്നു. കയ്യും കണ്ണും കാലുമാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യങ്ങളിൽ ഒരു താല്പര്യം, അല്ലാഹു തആല അവരുടെ അവയവങ്ങൾക്ക് സാധാരണക്കാരന്റെ പരിമിതികൾ ഇല്ലാതാക്കും. അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് ദൂരം പ്രശ്നമല്ലാതെ കാണാൻ സാധിക്കും, കാതുകൊണ്ട് ദൂരം പ്രശ്നമല്ലാതെ കേൾക്കാൻ സാധിക്കും, അവരുടെ കൈകൊണ്ട് എളുപ്പമുള്ളതും അതേപോലെ ഞെരുക്കമുള്ളതുമായ കാര്യങ്ങൾ സാധാരണക്കാരൻ്റെതിന് സാധിക്കാത്തത് ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രങ്ങൾ പരതി നോക്കുന്ന ആളുകൾക്ക്, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളുകൾക്ക് എത്രമാത്രം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നഹാബന്ദിൽ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് വിളിച്ചു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, ഓ സാരിയ, പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടെ സൈന്യത്തെ വിന്യസിക്കണം. മറഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ അപ്രതീക്ഷിതമായ അറ്റാക്കിന് തയ്യാറെടുക്കുകയാണ്. അവരുടെ ആ അറ്റാക്കിന് അനുവദിച്ചു കൊടുത്താൽ മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും തന്നെ പരിഹരിക്കാനാവാത്ത ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും.
മദീനയിൽ നിന്ന് വിളിച്ചു പറയുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തത്സമയ സംപ്രേഷണത്തിലൂടെ ആ നഹാബന്ദിൽ നടക്കുന്ന യുദ്ധത്തിന്റെ രംഗങ്ങൾ മിനി സ്ക്രീനിൽ കണ്ടുകൊണ്ട് പരിസരത്തേക്ക് ക്യാമറയുടെ കണ്ണ് തിരിച്ചപ്പോൾ ഉണ്ടായ അറിവല്ല, അല്ലെങ്കിൽ കാഴ്ചയല്ല അത്. ശാസ്ത്രത്തിന്റെ പുരോഗതി എന്ന നിലക്ക് ഒരു മുട്ടുസൂചി പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലഘട്ടത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 മാസം സഞ്ചരിക്കേണ്ട വഴിദൂരമുള്ള നഹാബന്ദിൽ നടക്കുന്ന യുദ്ധത്തിന് മദീനയിൽ ഇരുന്നു കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആലോചിക്കണം. ഇവിടെ നിന്നത് വിളിച്ചു പറയുമ്പോൾ തന്നെ ആ അങ്ങകലെയുള്ള സാരിയ റളിയല്ലാഹു അൻഹു അത് കേൾക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ആത്മീയമായ ഔന്നത്യമുള്ള ആളുകൾക്ക് വലിയ പ്രത്യേകതകൾ നൽകും. ആ പ്രത്യേകതകൾ ലഭിച്ചിട്ടുള്ള ആളുകളെ സാധാരണ മനുഷ്യരുമായി കമ്പയർ ചെയ്യുന്നത് പൊറുക്കാനാവാത്ത പാതകമാണ്. ഒരിക്കലും തന്നെ ചെയ്തുകൂടാത്ത ഒരപരാധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുപോലെ, നമ്മുടെ കാതുപോലെ, നമ്മുടെ കയ്യ് പോലെ മഹാന്മാരെ ദർശിച്ചതും അതുപോലെ അവരെ തുലനം ചെയ്യാൻ ശ്രമിച്ചതുമാണ് വാസ്തവത്തിൽ പുത്തൻവാദികൾ ചെയ്ത, പുതിയ ചിന്താഗതിക്കാർ ചെയ്ത ഏറ്റവും വലിയ അപരാധമെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്നുള്ള ഒരു കാറ്റഗറിയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അവരുടെ കണ്ണുകൊണ്ട്, സാധാരണക്കാരന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കാണും. അതേപോലെ അവന്റെ കാതുകൊണ്ട് സാധാരണക്കാരന്റെ ദൂരപരിധിയുടെ പ്രശ്നമില്ലാതെ, പരിമിതികളില്ലാതെ കേൾക്കാൻ സാധിക്കും. എങ്കിൽ ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ തന്നെ ജനങ്ങളെ അറിയിച്ചതാണ്, ഓ പ്രിയപ്പെട്ടവരെ, ഓമൻ യുനാദിസുമി അൽഫൻ ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ നജ്ലി ദഅവതിഹി ഫൽയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീനി. ബഹുമാനപ്പെട്ട ശൈഖ് അവർകളെ നമ്മുടെ ഹൃദയം ശരിക്കും അവരിലേക്ക് നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ശൈഖ് അവർകളെ വ്യവസ്ഥാപിതമായി 1000 തവണ വിളിച്ചാൽ ബഹുമാനപ്പെട്ടവർ ഉത്തരം ചെയ്യും. പെട്ടെന്ന് തന്നെ 1000 വിളിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം ചെയ്യുക, അതൊക്കെ വിഷയത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് എന്ന് പറയുന്നതിനൊക്കെ അർത്ഥങ്ങൾ വ്യത്യാസപ്പെടും. നമുക്കറിയില്ലേ, പെട്ടെന്ന് പറഞ്ഞ സംഭവം തന്നെ പല രൂപത്തിലുണ്ട്. ഒരാൾ വിവാഹം കഴിച്ചു, പെട്ടെന്ന് കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് കല്യാണം കഴിഞ്ഞു നാളെ പ്രസവിച്ചു എന്നല്ല, അതിന് പേര് വേറെയാണ്. അതേ സമയത്ത് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടനുസരിച്ചുള്ള വേഗത എന്നേ ആ പറഞ്ഞതിനർത്ഥമുള്ളൂ. ഉടനെ ആവുക എന്ന് പറഞ്ഞത് ഓരോ സംഗതികളും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്ക്, ആ സമയത്ത് വായു കൂടാ ഉത്തരം ചെയ്യുന്ന മാലയിൽ വേറെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് വൈരുദ്ധ്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പരിപാടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വടക്കാക്കി തനിക്കാക്ക. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരാളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കാൻ സാധിക്കോ, ഇത് മാത്രമാണ് അവര് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. ഇവിടെയാണ് വിശ്വാസികൾ തിരിച്ചറിയേണ്ടത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഉമ്മത്തിന്റെ ശരിയായ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ അവര് കാണണം, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെല്ലാം ഒരുപോലെയല്ല. അവരിൽ നിന്ന് ഓരോ വിഭാഗത്തിന് അല്ലാഹു തആല ചില പ്രത്യേകതകൾ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആത്മീയമായി പവറുള്ളവരാണെന്ന്, വലിയ ഉന്നതിയുള്ള ആളാണെന്ന് ഉത്തരവാദികൾ പോലും സമ്മതിക്കേണ്ടി വന്ന ഷെയ്ഖ് ജീലാനി അവരിവിടുന്ന് വിളിക്കുമ്പോ, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും വിളിക്കുമ്പോ എങ്ങനെയാണ് ബഗ്ദാദിൽ കിടക്കുന്ന ആള് കേൾക്കുക എന്ന സന്ദേഹമാണ് ഈ വിളിയെ അല്ലെങ്കിൽ ഈ കുതുബിയത്തിനെ വിമർശിക്കാനുള്ള കാരണമെങ്കിൽ അവിടെയാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് കേൾക്കുക എന്നതിന്റെ പേരിൽ നിങ്ങൾ ബേജാറാവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ കൂടി എടുത്തുകൊണ്ട് അടുക്കുന്നവർക്ക്, ആരാധനാ കാര്യങ്ങളിൽ ചിട്ടയൊത്ത ജീവിതം നയിക്കുന്നവർക്ക് പടച്ച തമ്പുരാൻ നൽകുമെന്നേറ്റിട്ടുള്ള പ്രത്യേകതയാണ് അവന്റെ കയ്യും കണ്ണും കാലുമാവുക എന്നത്. അഥവാ ആ കയ്യുകൊണ്ടും കാലുകൊണ്ടും സാധാരണക്കാരന്റെ കാതിന്റെയും കണ്ണിന്റെയും പരിമിതിയില്ലാതെ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. നമ്മൾ കണ്ടു, നഹാബന്ദിൽ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഈ വിളി കേട്ടു. ആ നടക്കുന്ന യുദ്ധം മദീനയിൽ ഇരുന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു. യുദ്ധം കഴിഞ്ഞ ആളുകൾ തിരിച്ചു വന്നപ്പോ ആളുകളോട് ചോദിച്ചു, അല്ല നിങ്ങൾ വല്ലതും കേട്ടിരുന്നോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വല്ല മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? അവര് പറഞ്ഞു, ആ ഒരു മെസ്സേജ് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ സംഭവം ആകെ കുളമാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണണം. അപ്പൊ വിളി കേട്ടു, സംഭവങ്ങൾ നിരീക്ഷിച്ചു, അവിടെയുള്ള അപകടങ്ങൾ കണ്ടു. ഇത് വ്യക്തമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്.
ഇത് സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷവും കാണൂല, കേൾക്കൂല, കേൾക്കാൻ സാധ്യതല്ല, നമ്മളെ ബുദ്ധി അംഗീകരിക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ചരിത്ര യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കാണണം. ഇനി നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദീനിൽ അവരുടെ മഹാന്മാരുടെ കയ്യിനും കണ്ണിനും കാലിനും ഒക്കെ പ്രത്യേകതകൾ അല്ലാഹു തആല നൽകുമെന്നതിന്റെ പേരിൽ തന്നെയാണ് സാധാരണക്കാരനോടുള്ള ഇല്ലാത്ത കാഴ്ചപ്പാട് ഔലിയായിനോടും അംബിയായിനോടും ഒക്കെ മഹത്തുക്കൾക്കുണ്ടായത്. അതിൽ നിന്ന് നമ്മളിപ്പോ ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം. അല്ലാഹു തആലയുടെ ദീനനുസരിച്ചുള്ള ജീവിതം, ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ജീവിതം, അതാണ് ഖാദിരിയ തരീഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാനും ഖാദിരിയാണെന്ന് പറഞ്ഞാൽ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോ ഖാദിരിയ തരീഖത്തിന്റെ പേരിൽ ധാരാളം കക്ഷികൾ ജീവിക്കുന്നു. ആലുവ തരീഖത്തുകാരും നൂറിഷ തരീഖത്തുകാരും അങ്ങനെ ലോകത്ത് കാണുന്ന ഒരുപാട് തരീഖത്തുകാർ, കള്ളത്തരത്തിന്റെ ആശാന്മാരായിട്ടുള്ള പലരും ഞങ്ങളൊക്കെ ഖാദിരിയ തരീഖത്തിന്റെ ഭാഗമാണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മതത്തിന്റെ ആശയങ്ങൾ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും ആ രൂപത്തിൽ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു രംഗത്തും അരുതായ്മകളിലേക്ക് കടന്നു പോകാതിരിക്കാൻ സൂക്ഷ്മതയുടെ 100% ശക്തമായ അവസ്ഥ നിലനിർത്തി മുന്നോട്ട് പോയ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ഒരുപാട് അബദ്ധങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ അവകാശവാദം ഉന്നയിക്കുന്നത് മാപ്പർഹിക്കാത്ത പാതകമാണെന്ന് മാത്രമേ അതു സംബന്ധമായി ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കാണണം, ഇവിടെ ഈ പുതിയ തരീഖത്തുകാരുടെ ഏറ്റവും വലിയ ഹോബി എന്താ? അവരല്ലാത്ത ആർക്കും തരീഖത്തും അറിയില്ല, ഹക്കീഖത്തും അറിയില്ല, മഅരിഫത്തും അറിയില്ല, ഇസ്ലാമും അറിയില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും അറിയില്ല. ബാക്കിയുള്ള ആളുകളെ മുഴുവനും നിസ്സാരമായി കാണുന്ന ഒരു ശൈലി. വാസ്തവത്തിൽ ത്വരീഖത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ ആത്മീയമായി നന്നാക്കുന്നതും അവരുടെ ഹൃദയാന്തരഭാഗത്ത് തള്ളിപ്പിടിച്ചു നിൽക്കുന്ന എല്ലാ വൃത്തികേടുകളെയും തുടച്ചു വൃത്തിയാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. എന്നാൽ ഈ കാണുന്ന പുത്തൻ തരീഖത്തുകാരുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഉജുബ് എന്ന രോഗവുമായി കഴിഞ്ഞുകൂടുന്നവരാണ് ഈ പുതിയ തരീഖത്തുകാർ. നിങ്ങൾക്കറിയില്ലേ, നബി തങ്ങൾ പറഞ്ഞു, സലാസുൻ മുഹ്ലിക്കാത്ത്, 3 സ്വഭാവം മനുഷ്യൻ ആത്മീയമായി നശിപ്പിക്കുന്നതാണ്. ശുഹ്ബും മുതാഅ വഹവം മുത്തബഅ വയജാബുൽ മർഇ ബിനഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യന് തന്നെ കുറിച്ച് മതിപ്പ് തോന്നുക, ഞാൻ ഇപ്പൊ തരക്കേടില്ലാത്ത കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് എന്നൊരാൾക്ക് എപ്പ തോന്നുന്നുവോ അവന്റെ ആത്മീയമായ നാശത്തിന്റെ ആരംഭമാണ് അത് കുറിച്ചിരിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. എന്നാൽ പുത്തൻ തരീഖത്തുവരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട ഞങ്ങൾ ഹൃദയമൊക്കെ ഇങ്ങനെ സ്ഫുടം ചെയ്ത് ക്ലിയർ ആക്കി ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ ഏറ്റവും മോശമായ രൂപത്തിൽ, എന്തിനധികം പറയണം, ആലുവ തരീഖത്തിന്റെ ഒരാളുമായി ഈ ചാറ്റിങ്ങിലൂടെ കുറച്ച് സമയം ബന്ധപ്പെടാൻ അവസരം കിട്ടിയപ്പോ അയാള് പറയണ്, നിന്നെ പഠിപ്പിച്ച ഉസ്താദന്മാർക്ക് ആർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന വരെ തിരിഞ്ഞിട്ടില്ല. അയാളെ പഠിപ്പിച്ച നേരത്തെ ഈ തരീഖത്ത് കൂടാത്ത ഉസ്താദുമാർക്കാർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാന വരെ തിരിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുത്തൻ തരീഖത്തുകാർ ഷെയ്ഖ് ജീലാനിയുടെ പിന്തുടർച്ചക്കാരായ അവകാശവാദം ഉന്നയിക്കുന്നത് ഒരിക്കലും തന്നെ മാപ്പർഹിക്കാത്ത പാതകമാണ്. കാരണം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും താഴ്മയുള്ള ജീവിതം, ഏറ്റവും വിനയമുള്ള സ്വഭാവം അത് കാത്തു സൂക്ഷിച്ച് ജീവിച്ചവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്ത് 100% മുറുകെ പിടിച്ച് ജീവിക്കുമ്പോ ആ സുന്നത്ത് പാലിക്കുമ്പോ ലഭിക്കുന്ന ഒരു വിശേഷണമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നമ്മളെ അറിയിച്ചത്. ആരാധനാകർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുകയും സുന്നത്തുകൾ ജീവിതത്തിൽ കൃത്യമായി എടുക്കുകയും ചെയ്ത് മുന്നോട്ട് നീങ്ങുക എന്നത് നിർബന്ധമായ ശരീഅത്തിന്റെ റൂട്ടിലൂടെ ജീവിക്കുന്നതോടൊപ്പം ത്വരീഖത്തിന്റെ സൂക്ഷ്മതയുടെ വഴികളിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഫലമെന്ന നിലക്ക് പടച്ച തമ്പുരാൻ അവന്റെ അടിമകൾക്ക് നൽകുന്നതാണ് കുന്തുലഹു സമഅ വബസറാ, ഞാൻ അവന്റെ കണ്ണും കയ്യും കാലും ഒക്കെ ആവുക എന്ന് പറഞ്ഞ ആ ബെനിഫിറ്റ് ത്വരീഖത്തുമായി മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കുന്നതാണ്. അത് ലഭിച്ചിട്ടുള്ള മഹാന്മാർ
അവരുടെ കണ്ണിനെ സാധാരണക്കാരന്റെ കണ്ണുമായി കമ്പയർ ചെയ്യരുത്. അവരുടെ കാതിനെ സാധാരണക്കാരന്റെ കാതുമായി തുലനം ചെയ്യരുത്. ഇവിടെയാണ് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. അവരുടെ ഈ അവയവങ്ങൾക്ക് സാധാരണക്കാരന്റെ പരിധിയും പരിമിതിയും ഒക്കെ എടുക്കപ്പെട്ടു പോയിരിക്കുന്നു. അതിലൊന്നും അപകടം വരാനില്ല അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ. എന്താ കാരണം? സാധാരണക്കാരന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് അല്ലാഹു തആല മഹത്വം കൊടുത്തവരുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്കറിയില്ലേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുഅ്ജിസത്തെന്നോണം ലോകത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ലാ യഖ്ഫാ അലൈഹി ഖുശൂഉക്കും, നിങ്ങളുടെ ഹൃദയാന്തർഭാഗം തള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഭക്തിയുടെ അളവ് എത്രയാണെന്ന്, അതിന്റെ ക്വാളിറ്റി എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണെന്ന് എനിക്ക് അവ്യക്തമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പുറത്തുനിന്ന് നോക്കിയിട്ട് അവന്റെ ഹൃദയാന്തർഭാഗത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഭക്തി എന്ന വിശേഷണം, ആ വിശേഷണത്തിന്റെ അളവ് എത്രയാണെന്ന്, അതിന്റെ പവർ എങ്ങനെയാണെന്ന് അള്ളാന്റെ റസൂലിന് അവ്യക്തമല്ല. എന്ത് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അസാധാരണത്വമാണ് ഇവിടെ തെളിയുന്നത്. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അതുകൊണ്ട് നബിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു ശൈലിയാണ്. നമുക്ക് അത്രയും അതിനെ കുറിച്ച് പറയാനുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണം, ഈ പുത്തൻ ചിന്താഗതിക്കാർക്കൊക്കെ പറ്റിയ കുഴപ്പം എന്താന്ന് വെച്ചാൽ ഞമ്മക്കില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കും ഉണ്ടാകണ്ടാന്നാ. കേട്ടില്ല നിങ്ങൾ? നമ്മുടെ നാട്ടിൽ പണ്ടൊരാള് അഹമ്മദാജി പറഞ്ഞ നല്ലൊരു മനുഷ്യൻ, നല്ലോണം കാശുണ്ട്, കാശൊക്കെ ആയിട്ട് നല്ലോണം ധർമ്മം ചെയ്യും, റബീഉൽ അവ്വലിന് മൗലിദൊക്കെ കഴിക്കും, ആളുകൾക്കൊക്കെ നല്ലോണം വാരിക്കോരി സദഖ കൊടുക്കും, സ്ഥാപനങ്ങളൊക്കെ സഹായിക്കും, അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ. ആ സമയത്ത് കുറച്ചപ്പുറത്ത് വേറൊരു കമ്മത്, അയാൾക്ക് 5 കാശിന്റെ വകുപ്പില്ല, കുത്തുവാളെടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുക. ആ മനുഷ്യൻ കുറേ ഈ അഹമ്മദാജി ഇങ്ങനെ കൊടുക്കണത് കണ്ടിട്ട് അയാൾ ആത്മാർത്ഥമായിട്ട് ദ്വാരന്ന് പഠിച്ചവൻ എന്നെ അഹമ്മദാജിയുടെ മാതിരി ആക്കണേ. കുറേ ദ്വാരന്നിട്ട് അഹമ്മദാജിക്കും മാറ്റല്ല ഇയാൾക്കും മാറ്റല്ല. ഇയാൾ കുത്തുവാളെടുത്തുകൊണ്ട് തന്നെ അഹമ്മദാജി കൊടുത്തുകൊണ്ട് തന്നെ. അപ്പൊ അയാൾ ദുആയുടെ ശൈലി ഒന്ന് മാറ്റി, പഠിച്ചവൻ എന്നെ അഹമ്മദാജിയുടെ മാതിരി ആക്കണില്ലെങ്കിൽ അഹമ്മദാജിനെ എന്റെ പോലെ ആക്കണേ. ശരിയല്ലേ? അതായത് 5 കാശിന് വകുപ്പില്ലാത്തവരാക്കി മാറ്റണേ. ഈ ആറ്റിറ്റ്യൂഡാണ് വാസ്തവത്തിൽ നമ്മുടെ പുത്തൻവാദികൾക്ക്. ഞാൻ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല, പിന്നെ എങ്ങനെ ഷെയ്ഖിന് മനസ്സിലാവുക? എനിക്കും മനസ്സിലായിട്ടില്ല, പിന്നെ മൂപ്പർക്കും മനസ്സിലാവാൻ പാടില്ല. ഈ അങ്ങേയറ്റത്തെ ക്രൂരത, ഈ അങ്ങേയറ്റത്തെ സ്വാർത്ഥത, ആ സ്വാർത്ഥതയാണ് വാസ്തവത്തിൽ കുതുബിയത്ത് ഉൾപ്പെടെയുള്ള എല്ലാ നല്ല കാര്യങ്ങളിൽ നിന്നും. വാസ്തവത്തിൽ ഈ കുതുബിയത്തിന്റെ ഒക്കെ മർമ്മപ്പ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹാന്മാരോട് ആത്മീയമായ ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. ഇതാണല്ലോ ഇപ്പോൾ വാസ്തവത്തിൽ ഈ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. വഉദ്ദനി മിൻ മുരീദീന ഹുജിക്കൽ അഖവം വമിൻ അബീദിക അബ്ദൻ തായിഅൻ നദവം. ഖുതുബിയത്തിന്റെ വരികളിൽ നിന്ന് വളരെ കൂടുതൽ ശത്രുക്കളുടെ ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്ന മറ്റൊരു പാവപ്പെട്ട വരിയാണത്. ഓ ശൈഖ് അവർകളെ, അവിടുത്തെ മുരീദുമാരുടെ കൂട്ടത്തിൽ, ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂടി പരിഗണിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ കൂടി പരിഗണിക്കണം. അപ്പൊ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിവില്ലായ്മ കൊണ്ട് അബ്ദ് എന്നതിന് അടിമ എന്നൊരർത്ഥം മനസ്സിലാക്കി, നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ് എന്ന ഒരു വിവരവും മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയ പുത്തൻവാദികൾ ഉറഞ്ഞു തുള്ളുകയാണ്. അള്ളാഹുവിന്റെ അടിമകളായ നമ്മളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കോഴി കൊടുത്ത്, ഒരു മൗലവിയുടെ പ്രസംഗത്തിന്റെ ശൈലിയാണ്, നമ്മളെ കോയിറച്ചിയും തിന്നിട്ട് നമ്മളെ പേരിന്ന് നമ്മളെ കൊണ്ട് ചെല്ലിക്കണത് എന്താണ്? ഒമിൻ അബീദിക അബ്ദൻ തായിഅൻ നദവം. ഓ ശൈഖ് ജീലാനി തങ്ങളെ, അങ്ങയുടെ ആജ്ഞാനുവർത്തിയായ അടിമകളുടെ കൂട്ടത്തിൽ ഒരാളായി എന്നെ പരിഗണിക്കണമേ. അപ്പൊ ഇങ്ങനെ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. പ്രവാചകന്റെ അടിമകളെന്നോ അല്ലെങ്കിൽ ഷെയ്ഖ് ജീലാനിയുടെ അടിമകളെന്നോ ഒന്നും പറയാൻ പാടില്ല. ഞാൻ അവിടെയും ഒറ്റ വാക്കേ പറയണുള്ളൂ, നമ്മളെ കുറിച്ച് പറയാൻ പറ്റാത്ത ഒന്നും ഷെയ്ഖ് ജീലാനിക്കും കൊടുത്തുകൂടാ എന്ന സ്വാർത്ഥതയുടെ പേരിൽ ഈ പറയുന്ന ആളുകൾ ആലോചിക്കണം. എന്താണ് ഈ അബ്ദ് എന്ന് പറഞ്ഞ അത് വാക്ക് കേട്ടിട്ട് ബേജാറാവൊന്നും വേണ്ട. അബ്ദ് എന്ന് പറഞ്ഞതിന്, അടിമ എന്ന് പറഞ്ഞതിന് സാങ്കേതികമായൊരു അർത്ഥമുണ്ട്, ഭാഷാപരമായൊരു അർത്ഥമുണ്ട്. സാങ്കേതികമായ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകൾ നിർവഹിച്ച് അവന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യന്മാർ അവനെ പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ രംഗങ്ങളിലൊക്കെ പ്രയോഗിക്കപ്പെടുന്ന സാങ്കേതികമായ പദമാണ് അബ്ദ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തുന്ന രംഗങ്ങളിലൊക്കെ അല്ലാഹു തആല ഉപയോഗിച്ചത് സുബ്ഹാനല്ലദി യസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹുവിന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച പടച്ചവൻ തമ്പുരാൻ എത്ര പരിശുദ്ധൻ. ഇവിടെ റസൂലുള്ളാഹിക്ക് മറ്റാർക്കും ലഭിക്കാത്ത വാനലോകത്ത് വാസസ്ഥലമായ മാലാഖമാരുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും
പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത പരിശുദ്ധ സന്നിധിയിലേക്ക് അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോകുന്ന ഒരു അത്ഭുതകരമായ യാത്ര. ആ യാത്രയുടെ ആരംഭത്തിലുണ്ടായ ഇസ്രായിലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പോലും പടച്ച തമ്പുരാൻ റസൂലുള്ളാഹിയെ കുറിച്ച് പറയുന്നത് ബി അബ്ദിഹി എന്നാണ്. എന്നിട്ട് ആ യാത്രയുടെ അവസാനം മിഅ്റാജിന്റെ ആ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നു ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. കണ്ടോ, അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറയുന്നു. അപ്പൊ അള്ളാന്റെ ആജ്ഞാനുവർത്തിയായി നിന്ന് പടച്ച തമ്പുരാന്റെ കൽപ്പനകളൊക്കെ പാലിച്ച് അതിലെല്ലാം പൂർണ്ണാർത്ഥത്തിൽ വിജയിക്കുന്ന അവസ്ഥയിൽ പടച്ചവന് അടിമപ്പണി എടുക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളവർ, അങ്ങനെ അടിമപ്പണി എടുക്കേണ്ടവരാണ് നമ്മൾ എന്ന അർത്ഥത്തിൽ സാങ്കേതികമായി നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. എന്നാലോ ബാക്കിയുള്ള ഒരാൾ അടിമ എന്ന് പറഞ്ഞൂടെ? ഭാഷാപരമായി അടിമ എന്ന് പറഞ്ഞാൽ മറ്റവന്റെ കാഴ്ചപ്പാടും കൂടെ കുറച്ചൊക്കെ പരിഗണിച്ച് അതിനുകൂടി വഴങ്ങിക്കൊടുക്കേണ്ടവൻ എന്ന അർത്ഥത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടില്ലേ, ഈ അടിമത്വം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യമില്ലായ്മ എന്നാ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ അള്ളാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനമെടുത്താൽ അവർക്ക് പിന്നെ ചോയ്സ് ഇല്ല അവരുടെ വിഷയങ്ങളിൽ. ഈ ചോയ്സ് ഇല്ലായ്മക്കാണ്, സ്വാതന്ത്ര്യമില്ലായ്മക്കാണ് നമ്മുടെ ആഗ്രഹം പ്രതിഫലിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതിനാണ് വാസ്തവത്തിൽ അടിമത്വം എന്ന് പറയുന്നത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ് നമ്മൾ. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ശൈഖ് അവർകളെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുന്ന ആളുകൾ മതത്തിന്റെ പേരിൽ ആ ശൈഖ് അവർകൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. കാരണം ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ വളരെ വ്യക്തമായത് വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ ഔലിയാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ മഹാന്മാർക്കും അവരുടെ നേതാക്കന്മാരുമായി പ്രവാചകന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ താവഴി പിന്തുടർന്നുകൊണ്ട് അതേ റൂട്ടിൽ മുന്നോട്ട് പോയിട്ടുള്ളയാളാണ് എന്ന് ശൈഖ് അവർകൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ മതത്തിന്റെ കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ ജീവിച്ചയാളാണ്. ആ റൂട്ടിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച മഹാനാണ്. അങ്ങനെയുള്ള ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ശൈഖും മുർഷിദും എന്ന നിലക്ക് അങ്ങയുടെ കൽപ്പനകളൊക്കെ ശിരസാവഹിച്ച് മുന്നോട്ട് പോകുന്നവനായി നിലകൊള്ളാനുള്ള അവസരമുണ്ടാകണമെന്ന് പറയുന്നതിൽ ഇസ്ലാമികമായ അരുതായ്മ കാണുന്നവർ വാസ്തവത്തിൽ ആത്മീയമായ പുരോഗതി ഇഷ്ടപ്പെടാത്തവരാണെന്നു മാത്രമേ അത് സംബന്ധമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കാണണം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ മഹത്തുക്കളായ ആളുകളുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധമാണ് ഈ കുതുബിയത്തിലൂടെ നമ്മൾ കാണുന്നതെങ്കിൽ ശൈഖ് ജീലാനി എന്ന വ്യക്തിയോടുള്ള നമ്മുടെ ബന്ധം അവർക്കറിയാനും അവര് നമ്മെ സഹായിക്കാനുമൊക്കെ സാധിക്കുന്ന വിധത്തിലേക്ക് അത് പുരോഗതി പ്രാപിക്കുന്നതിന്റെ രേഖയാണ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഖുദ്സിയായ ഹദീസിലൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹുവിലേക്ക് ഫർളുകളും സുന്നത്തുകളും എടുത്ത് അടുക്കുന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പടച്ചവന് ഇഷ്ടപ്പെട്ടാൽ അവന്റെ കയ്യും കണ്ണും കാലുമാകുന്നു. കയ്യും കണ്ണും കാലുമാവുക എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒന്ന്, അവരുടെ കയ്യിനും കണ്ണിനും കാലിനുമൊക്കെ സാധാരണക്കാരന്റെ കണ്ണിന്റെയും കാലിന്റെയും കാതിന്റെയും പരിമിതി അള്ളാഹു തആല എടുത്തു കളയുന്നു. ആ പരിമിതി അങ്ങ് എടുക്കപ്പെട്ടു പോയാൽ ഇവിടെ നിന്ന് വിളിക്കുന്ന വിളി ബഗ്ദാദിലെ ആ മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് അവർക്ക് കേൾക്കുന്നതിന് ഇസ്ലാമികമായി തടസ്സങ്ങളൊന്നും നിലവിലില്ല. ആ നിലവിലില്ലാത്ത തടസ്സങ്ങൾ എല്ലാം നീങ്ങപ്പെട്ട സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട ശൈഖ് അവർകളെ ആത്മാർത്ഥമായി വിളിക്കുന്ന ആളുകൾ വിളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അതിന് പ്രൊസീജിയർ എന്താണെന്ന് ശൈഖ് അവർകളാ തീരുമാനിക്കേണ്ടത്. ആ തീരുമാനിച്ച പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോഴന്നെയാണ് ആ അപേക്ഷ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ അപേക്ഷയ്ക്ക് എന്തൊക്കെയാണ് പരിഗണിക്കപ്പെടേണ്ടതെന്ന് അതിന്റെ അധികാരികൾ അതിന്റെ അതോറിറ്റി നിർണയിച്ചിട്ടുണ്ടാവും. ആ നിർണയിച്ച അതോറിറ്റിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ അവരെ നിർദ്ദേശിച്ച മര്യാദകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ പാലിച്ചേ പറ്റൂ. അപ്പൊ ശൈഖ് അവർകളുടെ നിർദ്ദേശമാണ്, നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ 1000 വട്ടം വിളിക്കണം. അതേപോലെ തന്നെ ഹൃദയം ഏകാഗ്രമാക്കണം. അതായത് ശരിക്കും ഞാനുമായി ആത്മീയമായി ബന്ധപ്പെടുകയാണെന്ന ബോധം നിങ്ങൾക്ക് വേണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഒരവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെന്ന കാഴ്ചപ്പാട് അത് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട വസ്തുത, അള്ളാഹുവിനെ ദൂരം പ്രശ്നമല്ലാതെ വിളിക്കുന്നത് പോലെ ശൈഖ് അവർകളെ വിളിക്കാമോ? അവിടെയാണ് വസ്വാസ് പറ്റിപ്പോയത് പുത്തൻ ചിന്താഗതിക്കാർക്ക്. നമ്മൾ കാണണം, വാസ്തവത്തിൽ ദൂരത്തുള്ള ആളെ വിളിക്കണ അള്ളാഹിനെ വിളിക്കാറുണ്ട്. അള്ള ദൂരത്താന്ന് പറയുന്ന ഒരു അപകടമാണ് അതിൽ വരുന്നത്. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ച എന്താ? വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. പടച്ച തമ്പുരാൻ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. പക്ഷെ അടുപ്പം എന്നത് ശാരീരികമായ അടുപ്പം എന്ന അബദ്ധത്തിൽ പോലും നമ്മൾ അർത്ഥം വെച്ചു പോകരുത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരത്തുള്ള ശക്തിയല്ല. ദൂരത്തുള്ള ശൈഖ് അവറുകളെ വിളിക്കാൻ പാടില്ല എന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദൂരത്താക്കിയിട്ട് സമർപ്പിക്കുന്ന അപരാധവും കൂടി പുത്തൻ ചിന്താഗതിക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, അള്ളാഹു തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അവരുടെ കയ്യും കണ്ണും കാലുമാവുക എന്ന നിലക്ക് അവൻ ആത്മീയമായ പവർ നൽകുന്നുണ്ട്. ആ പവർ നൽകപ്പെടാൻ പറഞ്ഞ എല്ലാ യോഗ്യതയും ഒത്തിണങ്ങിയിട്ടുള്ള ഒരാളാണ് ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മുഹീദ്ദീൻ ഷെയ്ഖിന് അങ്ങനെ അയക്കണമെന്ന് ഹദീസിലുണ്ടോന്ന് ചോദിച്ചാൽ അത് കാണണമെന്നില്ല. അങ്ങനത്തെ ഒരു വാശിയും ആവശ്യമില്ല, അതിന് ദുർവാശിയുടെ പേര്. മറിച്ച് ബഹുമാനപ്പെട്ട ശൈഖ് അവർക്ക് ഇപ്പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഫിറ്റാണോ, ഇതാണ് നോക്കേണ്ടത്. ഇത് ഫിറ്റാണോ എന്ന ചർച്ചയിൽ ആത്മാർത്ഥമായി മുന്നോട്ട് വരുന്ന ഏതൊരാളും ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിലോ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നടപ്പാക്കുന്നതിലോ ഒരുപാട് അബദ്ധം വരുത്തിയ ആളാണ് എന്നതിന് രേഖ കാണിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ഇപ്പറഞ്ഞ റൂട്ടിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം മഹത്വത്തിന്റെ എല്ലാ പടവുകളും ചവിട്ടിക്കയറിയിട്ടുള്ള ആളാണ് ഷെയ്ഖ് ജീലാനി. ആ ഷെയ്ഖ് ജീലാനിക്ക് ഇങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് അവർകളെ മുസ്ലിമീങ്ങൾ വിളിക്കുന്നു. ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖിനെയോ അല്ലെങ്കിൽ മറ്റു മഹാന്മാരെയോ വിളിക്കാൻ പറ്റില്ല എന്ന ഒരു വാദം തന്നെ 8 നൂറ്റാണ്ട് വരെ ജീവിച്ച മുസ്ലിം ലോകത്തിന് പരിചയമില്ലാത്ത വാദമാണ്. ആദ്യമായിട്ട് പാടില്ല എന്നൊരു വാദം ഉന്നയിച്ചത്, ഒരു നെഗറ്റീവ് അപ്രോച്ചുമായി രംഗത്ത് വന്നത്, അത് ആദ്യമായി ഇബ്നു തൈമിയ്യ എന്ന മുസ്ലിം ലോകത്ത് അക്ഷന്തവ്യമായ തർക്കത്തിന് തറക്കല്ലിട്ട ആ മനുഷ്യനാണ് ലോകത്താദ്യമായി ഈ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വിളിക്കാൻ പാടില്ല എന്ന ഒരു വിഷയമായിട്ട് രംഗത്ത് വന്നത്. മൂഢന്മാരായ ബുദ്ധികമ്മിയുള്ള അന്തംകമ്മികൾ എന്ന് നല്ല ഭാഷയിൽ പറയാവുന്ന കുറെ ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന കുറെ വാചകങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ആ സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആ വാദഗതികളിൽ കാര്യമായ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ കഴിയാത്ത, ഡീപ്പായി വിഷയങ്ങൾ വിലയിരുത്താൻ സന്മനസ്സില്ലാത്ത കുറെ സാധുക്കൾ അതിൽ പെട്ടുപോയി. അവരുടെ മനസ്സിന് വസ്വാസുണ്ടാക്കാൻ ഇബ്നു തൈമിയ്യയുടെ സ്റ്റേറ്റ്മെന്റിന് സാധിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കാണണം, മുസ്ലിം ഉമ്മത്തിന് അങ്ങനത്തെ ഒരു വാദം പരിചയമേ ഇല്ല. ആ വാദമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനിയെ വിളിക്കുന്നതിനെ എതിർക്കാൻ പുത്തനവാദികൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ തുരുപ്പുചീട്ടെങ്കിൽ ആ വാദഗതിയാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഇനി പറയാനുള്ള ന്യായങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ അതെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. എന്താ കാരണം? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു അവന്റെ അടിമകളിൽപ്പെട്ട ഒരു പ്രത്യേക കാറ്റഗറിയെ നമുക്ക് പരിചയപ്പെടുത്തിയതാണ്. ആ വിഭാഗത്തിന്റെ കണ്ണ് നമ്മുടെ കണ്ണ് പോലെയല്ല, ആ വിഭാഗത്തിന്റെ കാത് നമ്മുടെ കാത് പോലെയല്ല, ആ വിഭാഗത്തിന്റെ കൈ നമ്മുടെ കൈ പോലെയല്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം ഞെരുക്കം എന്ന പ്രശ്നമില്ലാതെ, ദൂരം അടുത്ത് എന്ന പ്രശ്നമില്ലാതെ സഹായിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ റബ്ബ് നൽകുന്നുണ്ട്. ആ നൽകുന്നതെല്ലാം അവസരങ്ങളെല്ലാം അവരുടെ ആത്മീയമായ പരിശുദ്ധിയുടെ പേരിൽ പടച്ച തമ്പുരാൻ അവർക്ക് നൽകിയിട്ടുള്ള മഹത്വമാണ്. ആ ആത്മീയമായ പരിശുദ്ധിയുടെ പേരിൽ നൽകിയിട്ടുള്ള മഹത്വം അവർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴായാലും അവർ ഈ ലോകത്ത് നിന്ന് മൺമറിഞ്ഞതിന് ശേഷമായാലും അതെല്ലാ കാലത്തും നിലനിൽക്കുകയാണ്. കാരണം ആത്മാവിന്റെ ശുദ്ധി കൊണ്ട് നേടിയെടുത്തിട്ടുള്ള സിദ്ധിയാണത്. ആ സിദ്ധി ഒരിക്കലും തന്നെ മരണം കൊണ്ട് നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ അടിസ്ഥാന തത്വങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ശരിക്കും തിരിഞ്ഞാൽ ഖുതുബിയത്തിനെ വിമർശിക്കാൻ, യാ സയ്യിദി സനദി എന്ന വരിയെ തൊടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അവരൊരിക്കലും തന്നെ വിജയിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാര് മുഴുവനും ഏതെങ്കിലും ഒരു വിഷമസന്ധിയിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതെങ്കിലും ഒരു ശൈഖിനെ, ഒരു മഹാന സഹായത്തിന് വിളിച്ചാൽ ആ സഹായത്തിന് വിളിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ കാല തലമുറകളിൽ മുഴുവനും
അത് അഭംഗുരം അനുസ്യൂതം തുടർന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അവന്റെ മഹാരഥന്മാരായ ആളുകൾ, ആ ആളുകൾക്ക് റബ്ബ് നൽകുന്ന പവർ അംഗീകരിച്ചു കൊടുക്കുകയും അവരെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന സൽക്കർമ്മത്തിന്റെ ഭാഗമാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഖുതുബിയത്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇനി ഖുതുബിയത്തുമായി ബന്ധപ്പെട്ട് കുറെ കള്ളത്തരങ്ങൾ മൗലവിമാര് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൗലവി എന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇവർ ഈ ഷെയ്ഖ് ഹാജറാകാൻ വേണ്ടി യാ സയ്യിദി ഹദൂർനി യാ മുഹിയ്യദ്ദീനി, ഷെയ്ഖെ ഹാജരാവണേ എന്ന് പറയും. ആ പറയണ സമയത്ത് ഇവര് മുക്കാലി പറഞ്ഞ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പത്തിരി പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ആ സാധനത്തിന്റെ മേലെ പൊടി ആക്കിയിട്ട് ആ പൊടി ഇങ്ങനെ ആ മുക്കാലിയിൽ പൊടിയാക്കി വെക്കും. അപ്പൊ ഷെയ്ഖ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും, ഈ പരിപാടി കഴിഞ്ഞിട്ട് ലൈറ്റ് ഇട്ട് നോക്കിയാൽ, ലൈറ്റ് ഇടാതെയാണല്ലോ ചെല്ലണത്, ലൈറ്റ് ഇട്ട് നോക്കിയാല് അവിടെ ഒരു കാല് കാണും, കാലടി കാണും. അപ്പൊ അത് ഈ കൂട്ടത്തിൽ തന്നെ പെട്ടോല് ചവിട്ടുക എന്നാണ് ഇയാളെ വിശദീകരണം. ഈ കൂട്ടത്തിൽ പെട്ട ഒരാൾ ചവിട്ടാണ്. പക്ഷെ ഒരു ദിവസം ചവിട്ടിയത് ഒരു ചട്ടുകാലിനായി പോയി. അതുകൊണ്ട് എന്തായി, അന്നത്തെ കാല് കുറച്ച് ഇങ്ങനെ ഒരു വളഞ്ഞുകൊണ്ടുള്ള കാലായി. അപ്പൊ ഈ കുത്തുബിയത്ത് കഴിഞ്ഞിട്ട് ഷെയ്ഖ് ജീലാനിക്ക് ചട്ടുകാലും ഉണ്ടോ എന്ന് വേറെ കുറെ ആൾക്കാർ ചോദിച്ചപ്പോഴാണ് സംഗതി തിരിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കള്ളത്തരം പറയാൻ, വെറും നുണ പറയാൻ യാതൊരു മനസാക്ഷി കുത്തുമില്ലാത്ത ആൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? കുത്തുബിയത്ത് ചൊല്ലുന്നവരാണല്ലോ നമ്മള്, ചൊല്ലിക്കുന്നവരാണല്ലോ നമ്മള്. നിങ്ങൾ ആരെങ്കിലും മുക്കാലി ഒരുക്കി കൊടുത്തോ, പലക വെച്ചോ, അതിന്റെ മേലെ പൊടി വിതറിയോ, എന്നിട്ട് ആ പൊടിയിൽ ചവിട്ടിയതുണ്ടോ നോക്കിയോ? ഒരുപാട് കുത്തുബിയത്തിന് ഞാൻ കൂടിയിട്ടുണ്ട്, ഒരു സ്ഥലത്തും ഞാനത് കണ്ടിട്ടില്ല. ഇയാൾ എവിടെ അത് കണ്ടത് നമുക്കോട്ട് അറിയൂല. അപ്പൊ എന്തിനാണ് ആ പറയണത്? ആ പറയണത് ഒരുപാട് സാധാരണക്കാരനെ പൊട്ടീസാക്കാൻ. എന്താ സാധാരണക്കാരനെ പൊട്ടീസാക്കാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതെന്താ, കുറെ ഒരു സംഗതി കള്ളത്തരാണെങ്കിലും ശരി, അതാണ് കേട്ടാല് അത് അങ്ങനത്തെ ആവോ എന്ന ഒരു തോന്നൽ ഇവന്റെ മനസ്സിൽ വരും. അത് വന്നു കിട്ടിയാൽ പുത്തൻവാദി വിജയിച്ചു. കാരണം എന്താ, പുതിയ മൗലവിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അയാൾക്ക് ഒരാൾ വസ്വാസായാ കിട്ടി, ഇല്ലെങ്കിലോ ഒന്നും നഷ്ടപ്പെടാനില്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ല, അത് മനുഷ്യന്റെ ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇങ്ങനെ കുറെ കള്ളത്തരങ്ങൾ ഈ കുത്തുബിയത്തിന്റെ പേരിൽ പ്രചരിപ്പിച്ചാൽ, അങ്ങനത്തെ ഒക്കെ കുത്തുബിയത്ത് എന്തിനാ നമ്മൾ ചെല്ലണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത്രയായി എന്നുള്ള നിലക്കാണ് മൗലവി പറയണത്. കാരണം എന്താ, മനുഷ്യൻ കുറെ ഇതിങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ മുക്കാലിയിൽ പലക വെച്ചിട്ടുണ്ടെങ്കിൽ ആ പലകം ഇവരെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു മൊയിലേർ ചവിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കണം നിങ്ങള്. അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ എന്തായാലും ഈ ചട്ടുകാലുള്ള ആളെ നമ്മൾ മാറ്റി നിർത്തൂലേ? ഇത് എല്ലാ സമയത്തും ഒരേ കാലനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കൂലേ? അപ്പൊ അബദ്ധത്തിൽ ഒരാൾ അങ്ങനെ ചട്ടുകാലുള്ള ആൾ ചവിട്ടിയതാ മൗലവി പറയണത്. കള്ളത്തരം പറയണതിനൊരു മടിയില്ല. എന്താ, ആരെങ്കിലും ഒരാൾ തെറ്റിദ്ധരിച്ചാലോ എന്നാവട്ടെ. അങ്ങനെ കുറെ അങ്ങനെ കേൾക്കുമ്പോ അങ്ങനെറ്റാണോ എന്ന് തെറ്റിദ്ധരിച്ചായില്ലേ? നിങ്ങൾ കേട്ടില്ലേ, മുല്ലാ നസ്രുദ്ദീൻ ഒരു നല്ല കഥാപാത്രമാണ് മുമ്പ്. ഒരുപാട് തമാശകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളേ. ആ മുല്ലാ നസ്രുദ്ദീന് കാണുമ്പോ കുട്ടികളൊക്കെ, പിള്ളേര്, നാട്ടിലുള്ള അങ്ങാടി പിള്ളേർ ഇങ്ങനെ പുറകെ കൂടി ഇങ്ങനെ ശല്യം ചെയ്യും. അങ്ങനെ ശല്യം ചെയ്യുമ്പോൾ ഈ കുട്ടികളെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കലും മുല്ലാ നസ്രുദ്ദീൻ പറഞ്ഞത്രേ, കുട്ടികളെ നിങ്ങൾ എൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നതിന് പകരം ആ രാജാവ് പിള്ളേർക്ക് കാശ് കൊടുക്കുന്നുണ്ട്, ആ കാശ് പോയി വാങ്ങിച്ചൂടെ എന്ന് വെച്ചു. മുല്ലാ നസ്രുദ്ദീൻ ഇത് വെറും ഒരു പുളു അടിച്ചതാണ്, ചുമ്മാ പറഞ്ഞതാണ്, അത് അയാൾക്ക് തന്നെ അറിയാം. പക്ഷെ കൊടുക്കണുണ്ടോ എന്ന് കുട്ടികൾ വീണ്ടും ചോദിച്ചു. പിന്നെ കൊടുക്കാതെ ഇയാള് അതൊന്ന് ഉറപ്പിച്ചു. അപ്പൊ കുട്ടികളൊക്കെ കൂടെ കൊട്ടാരത്തിലേക്ക് ഓടി. കൊട്ടാരത്തിലേക്ക് കുട്ടികളൊക്കെ, എല്ലാ കുട്ടികളും ഓടുന്നുണ്ടപ്പോ പുളു അടിച്ച ഇയാൾക്കെന്നെ ഒരു തോന്നല് കൊടുക്കണിട്ടുണ്ടാവുമോ. ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ മുക്കാലിമ പലക വെച്ചു, ആ മുക്കാലിമൽ പൊടി വിരിച്ച് വെതറി ആ പൊടിയിൽ ചവിട്ടി ഒരു ദിവസം ചട്ടുകാലായിരുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവോ എന്ന് ഏതെങ്കിലും ഒരു നമുക്ക് വിചാരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് മൗലവി തട്ടി വിടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് കുത്തുബിയത്തിന്റെ മർമ്മം, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണെന്ന് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഹൃദയത്തിൽ നമ്മൾ സ്നേഹത്തോടുകൂടെ കാണുകയും അള്ളാഹു ഇഷ്ടപ്പെട്ടവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി അവരെ ബഹുമാനിക്കുന്നതിന്റെയും ആദരിക്കുന്നതിന്റെയും ഭാഗമായി നമ്മുടെ വിഷയങ്ങളിലൊക്കെയുള്ള പരിഹാരമായി നമ്മുടെ സഹായികളായി പടച്ച തമ്പുരാൻ തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ടീമിലെ മെമ്പർ എന്ന നിലക്ക് ഷെയ്ഖ് ജീലാനിയെ വിളിക്കുകയാണ് മുസ്ലിമീങ്ങൾ ഖുതുബിയത്തിലൂടെ ചെയ്യുന്നത്. ആ ഒരു പ്രവർത്തനം മുസ്ലിം ലോകത്ത് ഇബ്നു തൈമിയ വരുന്നത് വരെ ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാത്തതാണ്, ഒരു മുസ്ലിമിനും അതിൽ തർക്കമറിയാത്തതാണ്.
ഇബ്നു തൈമിയ വന്നപ്പോൾ തന്നെ അക്കാലത്തുള്ള മതത്തിന്റെ കാവൽ പട്ടാളമായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ വാദഗതികളിലെ അബദ്ധങ്ങളും പൊള്ളത്തരങ്ങളും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയും അദ്ദേഹത്തെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അപ്പൊ 8 നൂറ്റാണ്ട് വരെ പരിചയമില്ലാത്തൊരു വാദം ഇബ്നു തൈമിയ കൊണ്ടുവന്നപ്പോഴും പണ്ഡിതന്മാർ അതിനെ രംഗത്ത് വന്ന് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ കർമ്മം നല്ലതും പുണ്യവുമാണെന്നും അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അള്ളാഹു ആദരിച്ചവരുമായി സഹായം ചോദിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അവരെ ഇകഴ്ത്തുന്നത് മനസ്സിന്റെ ഒരു സംഭാവനയാണെന്ന് മനസ്സിലാക്കി അള്ളാഹു തആല ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാനും അവൻ സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അവർക്കുള്ള ആദരവും അംഗീകാരവും വകവെച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവുക. കഴിഞ്ഞ കാല മുസ്ലിമീങ്ങളെല്ലാം അതിന്റെ ഭാഗമായാണ് ഷെയ്ഖ് ജീലാനിക്ക് നൽകിയ ആദരവിന്റെ പേരിലാണ് ഖുതുബിയത്ത് ചൊല്ലിയത്. യാ സയ്യിദി സനദി അവർ ചൊല്ലിയതാണ്. സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു ശിർക്കും തൗഹീദും തിരിയാത്ത ആളല്ല, വലിയ ആത്മീയമായ പാണ്ഡിത്യമുള്ളയാളാണ്. ജീവിക്കുന്ന കാലത്തൊക്കെയും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും അതിലായി ജനങ്ങളെ നടത്താനും വഴി നടത്താനും അധ്വാനിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ നല്ലവരായ മഹത്തുക്കൾ സഞ്ചരിച്ച ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും സച്ചരിതരായ കഴിഞ്ഞകാല മുസ്ലിമീങ്ങളുടെ പാത മുറുകെ പിടിച്ച് ജീവിക്കാനും അതിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ആത്മീയ പുരുഷന്മാരുടെ മഹത്വം ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന അപകടകാരികളായ പുത്തൻ ചിന്താഗതിക്കാരുടെ എല്ലാ തെറ്റുദ്ധാരണകളിൽ നിന്നും മാറി നിൽക്കാനും നമ്മളെല്ലാവരും തയ്യാറാവണം. അർഹമുറാഹിമായ റബ്ബ് സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തു ദുആ വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.